ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ ടെസ്റ്റ് വർക്കും അതിനോടനുബന്ധിച്ച് വന്ന പെയിൻറ്റിങ് വർക്കും മെയിൻ്റനൻസ് വർക്കിനൊക്കെ വേണ്ടിയിട്ട് അയച്ചാണ് വണ്ടിയാണ്. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ബോഡി പാർട്സുകളൊക്കെ ഓൾറെഡി നമ്മൾ അയച്ച് അത്യാവശ്യം വേണ്ട എല്ലാ ഭാഗങ്ങളും പെയിൻറ്റിങ്ങിന് അയച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചേസിൻ്റെ പോർഷൻ നമുക്ക് അത്യാവശ്യം മെയിൻ്റനൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളത് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് വിടും. അപ്പോൾ നമ്മളതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു, അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ അവിടുത്തെ ഓയിൽ ലീക്ക് ഉണ്ട്, ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ യൂണിറ്റ് മാറ്റി റീസെറ്റ് ചെയ്യാനുണ്ട്. അതായത് MC സബ് അസംബ്ലി അടക്കം കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതടക്കം റീസെറ്റ് ചെയ്ത് എടുക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വണ്ടി നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ ലീക്ക് മൈന്യൂട്ടായിട്ട് ചെറുതായിട്ട് നല്ല രീതിയിൽ, അതായത് ആവറേജ് ലീക്ക് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഓയിൽസീലൊക്കെ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽസീലാണത്. ഓയിൽസീൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ട് നമ്മളതിൻ്റെ ഫോർക്ക് പൈപ്പിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അത്യാവശ്യം നമുക്കതിൻ്റെ ഫോർക്ക് പൈപ്പിൻ്റെ പ്ലേറ്റിങ് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നുണ്ട്. അതായത് രണ്ട് സ്ഥലത്ത്, രണ്ട് ഭാഗത്തായിട്ട് പ്ലേറ്റിങ് പോയേക്കാണ് ഒരു പൈപ്പിൻ്റെ. ഇപ്പുറത്തെ പൈപ്പിൻ്റെ ആയാലും അത്യാവശ്യം നമുക്ക് ആ വന്ന ജോയിൻറ്റിൻ്റെ ഭാഗത്ത് അടിഭാഗം കറക്റ്റായിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ വന്ന ഭാഗത്ത് അത് കൃത്യമായിട്ട് നമുക്കതിനകത്ത് ക്യാമറയിൽ കിട്ടുന്നില്ല, ലൈൻ പോലെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഫോർക്കിൻ്റെ പൈപ്പും കൂടി മാറ്റിയിട്ട് ഓയിൽസീൽ മാറ്റിയാൽ തന്നെയാണ് നമുക്ക് ആ കംപ്ലൈൻറ്റ് റെഡി ആവുള്ളൂ. അതായത് സാധാരണ രീതിയിൽ ഓയിൽ ലീക്ക് വരുന്ന സമയത്ത് നമുക്ക് അഴിച്ച സാധാരണ ഓയിൽ സീലും ഡസ്റ്റ് സീലും കൂടി മാറ്റിയിട്ട് ഫോർക്ക് ഓയിൽ പുതിയതൊഴിച്ച് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് ഓക്കെ ആയി കിട്ടും. ഇപ്പം നമ്മൾ ഈ ഫോർക്ക് പൈപ്പിന് ഈ പ്ലേറ്റിംഗ് കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഫോർക്ക് പൈപ്പ് മാറ്റാണ്ട് ഓയിൽ സീൽ മാറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സ്ക്രാച്ചുള്ള ഭാഗത്തേക്കടെ ഓയിൽ പുറത്തേക്ക് വരികയും വീണ്ടും ലീക്കായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഫോർക്ക് പൈപ്പും കൂടി നമ്മൾ കൂട്ടത്തിൽ മാറ്റിയിടേണ്ട അത്യാവശ്യമാണ്. അത് നമ്മൾ ഓൾറെഡി പ്രത്യക്ഷത്തിൽ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ സാധാരണ രീതിയിലുള്ള ഓയിൽ സീൽ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ നമ്മൾ എസ്റ്റിമേറ്റിൽ പെടുത്തിയിരുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഡിസ്ക് ബ്രേക്ക് നമ്മൾ ഫുള്ളായിട്ട് അയച്ച് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. മാസ്റ്റർ സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ ലിവർ പിടിപ്പിച്ചാണ് റിസർവ് ടാങ്ക് അടക്കം തന്നെ യൂണിറ്റിനാണ് മാസ്റ്റർ സിലിണ്ടർ കിറ്റ് എന്ന് പറയാം. അത് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. ഇതിനെ പറയും കാളിപ്പർ യൂണിറ്റ് എന്ന് പറയും. കാളിപ്പർ അസംബ്ലി നമ്മൾ ഫുള്ളായിട്ട് അയച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പിസ്റ്റൺ യൂണിറ്റ്. നമ്മൾ മുകളിൽ കൊടുക്കുന്ന പ്രഷർ ഈ പിസ്റ്റൺ വെച്ചിട്ട് പിസ്റ്റൺ പുറത്തേക്ക് വരികയും ബ്രേക്ക് പാഡിലുമേ പ്ലേറ്റുമായിട്ട് ജാം ആവുകയും ചെയ്യുമ്പോഴാണ് ബ്രേക്കിങ് വന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ അഴുക്ക് വന്ന് അടിഞ്ഞു കൂടിയാണ് ഈ കാണുന്നത്. ഈ രീതിയിലൊക്കെയാണ് അഴുക്ക് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാം. നമുക്ക് അതിൻ്റെ പിസ്റ്റൺ സീലുകൾ മാത്രം മാറ്റിയിട്ടാൽ മതി. അതായത് ഈ അടിയിൽ വരുന്ന ഈ പിസ്റ്റൻ്റെ സീലുകൾ റബ്ബർ സീലുകളാണ്, അത് മാത്രം മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി കുഴപ്പമുണ്ടാവില്ല. മുകളിലത്തെ യൂണിറ്റ് കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ നമ്മൾ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യേണ്ട ആ യൂണിറ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഹെഡിൻ്റെ ഭാഗത്ത് കംപ്ലൈൻറ്റ് വന്നേക്കെന്ന് പറഞ്ഞാൽ ഓയിൽ ലീക്ക് കാണിക്കാൻ കാരണം ഇതിൻ്റെ ഈ കവർമ വരുന്ന ഈ ഗ്യാസ്കറ്റ് ലീക്കായിട്ടാണ് അതിൻ്റെ ഓയിൽ സീൽ ലീക്കായിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിൽ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണേ, അതും കൂടി കൂട്ടത്തിൽ നമ്മൾ അഴിച്ചു മാറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും വർക്കുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബോഡി പാർട്സ് ഓൾറെഡി വാട്ടർ സർവീസൊക്കെ ചെയ്ത് പെയിൻറ്റിങ്ങിലേക്ക് കയറി പെയിൻറ്റിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അതിൻ്റെ ആ വർക്ക് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മെയിൻ്റനൻസ് ഉള്ളത് കൊണ്ടും നമ്മൾ തിരക്കായതുകൊണ്ടും ഒരല്പം വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം വേണം നമുക്കത് വിടാനായിട്ട്. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ ഫുൾ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട് ഫോർക്ക് കഴിക്കുന്ന സമയത്ത് വീണ്ടും വല്ല സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് അമ്മാതിരി വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വണ്ടി വർക്കിന് വിടണത്, പെയിൻറ്റിങ്ങിന് വിടണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ എൻ്റെ അയച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ അവസ്ഥയും അത് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയത്തെ പിന്നെ ചേസ് ഭാഗങ്ങൾ വാട്ടർ സർവീസൊക്കെ ചെയ്തതിന് ശേഷം ആണ് ഇനി ചെല്ലുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വർക്കും കൂടി കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ വർക്ക് ആവണതിനനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഫോർക്കുമായി ബന്ധപ്പെട്ട മെയിൻ്റനൻസിലാണ്. ഫോർക്ക് പൈപ്പൊന്നും നമ്മൾ ഈ പറഞ്ഞ രീതിയുടെ ഒരു നമ്മുടെ കാൽക്കുലേഷനിൽ ഉണ്ടായില്ല. അപ്പോൾ അഴിച്ചപ്പോഴാണ് അതിൻ്റെ കംപ്ലൈൻറ്റ് ഇത്രയും ഡീപ്പായിട്ടുള്ള രീതിയിലുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അഴിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. വർക്ക് ഇമ്പ്രൂവ് ആവുന്നതിനനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതാത് സമയങ്ങളിൽ ഡീറ്റെയിൽസ് അയച്ചു തരാം. ഓക്കെ.